ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. SMC സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഒന്ന് ഓർഡർ ഫ്ലോ, അതോടൊപ്പം തന്നെ FPG എന്ന SMC മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓർഡർ ഫ്ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായ ഓർഡർ ഫ്ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്, സോ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയി, ഡൗൺ സൈഡ് ലൈക്ക് ഇങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്. എപ്പോഴും ഒരു സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ എടുത്തിട്ടാണ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്കായാലും ഇല്ലെങ്കിൽ ബിയറിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, റൈറ്റ്. ഇങ്ങനെയാണ് മാർക്കറ്റിൽ. ഇത് ബിയറിഷ് ട്രെൻഡ്, ഇത് ബുള്ളിഷ് ട്രെൻഡ്. സപ്പോസ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇപ്പം ഒരാൾ ഓടാൻ തുടങ്ങിയെന്ന് ഓർത്തോ, ഈ ഒരു പോർഷനിൽ നിന്ന് ഒന്നുകൂടെ ചെറുതാക്കിയത്. ഓക്കെ, ഈ ഒരു പോർഷനിൽ നിന്ന് എന്താണ്, ഒരാൾ ഓടാൻ തുടങ്ങി. അയാൾ ഓടി ഒരു പോയിന്റിലെത്തി. ഈ പോയിന്റിലെത്തുമ്പോൾ എന്ത് ചെയ്യും? അയാൾ തളരും, റൈറ്റ്. തളർന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? പിന്നെ ചെറുതായിട്ട് റെസ്റ്റ് എടുക്കും. ഈ റെസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പുള്ളി ഇവിടുന്ന് അടുത്തൊരു പോയിന്റിലേക്ക് ഓടാൻ വേണ്ടി, അതായത് സപ്പോസ് ഇത് നമ്മുടെ ഒറിജിനാണ്, O എന്ന് പറയുന്ന ഒറിജിൻ. ഈ ഒരു പോയിന്റ് എ, ഈ ഒരു പോയിന്റ് ബി, അതോടൊപ്പം തന്നെ ഈ ഒരു പോയിന്റ് നമ്മുടെ സി, റൈറ്റ്. മാർക്കറ്റിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എപ്പോഴും ഒരു സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടേ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകാറുള്ളൂ, റൈറ്റ്. സോ സപ്പോസ് മാർക്കറ്റ് ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇവിടെ നിന്ന് ഓടി ഇവിടം വരെ എത്തി. പുള്ളിക്ക് പോകേണ്ട ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ ഒരു പോയിന്റ് ആണ്. സപ്പോസ് ഇതിനെ നമ്മൾ DE എന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഡയറക്ഷനിലാണ് ഇതാണ് പുള്ളിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് ഓർക്കുക, ഫൈനൽ ടാർഗറ്റ്. എന്നിരുന്നാലും 0 ഇല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് മാർക്കറ്റിൽ ഒരു A എന്ന പോയിന്റിലേക്ക് ആ മനുഷ്യൻ ഓടി എത്തുമ്പോഴത്തേക്ക് പുള്ളിയുടെ എനർജി തീരും, റൈറ്റ്. പിന്നെ ഈ A to B എന്ന് പറയുന്ന പോർഷൻ ഏതാണ്? ഇത് പുള്ളി റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ഇല്ലെങ്കിൽ എന്താണ്, ബിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ വേണ്ട എനർജി സ്റ്റോർ ചെയ്യുന്നൊരു സമയമാണ് ഇത്. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്താണ്, ഒന്നെങ്കിൽ എനർജി ഡ്രിങ്ക് ഒക്കെ കുടിച്ച് വീണ്ടും പുള്ളിക്കാരൻ എനർജി റീസ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ് ഈ ഒരു പോർഷൻ. A തൊട്ട് B എന്ന് പറയുന്നത് എന്താണ്, അടുത്തൊരു മൂവിന് വേണ്ടി മാർക്കറ്റിന് തയ്യാറാവുന്ന, അല്ലെങ്കിൽ അടുത്തത് ആ ഒരു പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് പോയിന്റ് വരെ മൂവ് ചെയ്യാനുള്ള എനർജി സംഭരിക്കുന്ന ഈ ഒരു പോയിന്റിലാണ് ഇത് A to B. ഇതിപ്പോൾ ഞാൻ ഒരു മനുഷ്യൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഈ സെയിം സാധനം തന്നെ നിങ്ങൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്താണ്, മാർക്കറ്റിൽ നമ്മൾ പറയുന്നത് മാർക്കറ്റ് ബുള്ളിഷാണ്. ഓർഡേഴ്സ് ഏത് ഫ്ലോയിലാണ് വരുന്നത്, ഏത് ഡയറക്ഷനിലാണ് ഓർഡർ ഫ്ലോ വരുന്നത്? അപ്പ് സൈഡിലേക്ക്, ബുള്ളിഷ് സൈഡിലേക്ക്. പക്ഷേ ഇതിൻ്റെ ഇൻഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൽ എനർജി റീസ്റ്റോറിങ് ഏരിയ ആണ്. അതായത് വീണ്ടും അടുത്തൊരു മൂവിന് വേണ്ടി മാർക്കറ്റ് തയ്യാറാവുന്ന എവിടെയാണ്? ആക്ച്വലി ഈ ഒരു പോയിന്റിൽ എന്താണ്, അതിൻ്റെ ഒരു ആക്ഷനാണ് വരുന്നത്, റൈറ്റ്. ഇവിടെ എന്തോ നടന്നു, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, ഇവിടെ പ്രിപ്പയർ ആയി, അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്, ഈ അപ്പ് സൈഡിലേക്കുള്ള മൂവ്, റൈറ്റ്. സോ പ്രിപ്പറേഷൻ ആണ് മാർക്കറ്റിൽ എപ്പോഴും ഇമ്പോർട്ടൻസ്. ഇത് ആൾക്കാർ വിട്ടുപോകും. ആൾക്കാർ എപ്പോഴും നോക്കുന്നത് അറിയാമോ? ഈ ഒരു ഇമ്പൾസീവ് മൂവ്. പക്ഷേ ഈ ഒരു ഇമ്പൾസീവ് മൂവ് എന്തോരം പോകുമെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എന്തോരം എനർജി സ്റ്റോർ ചെയ്തു എന്നറിയണം, റൈറ്റ്. ഇവിടെ ഇപ്പം 2 ലിറ്റർ വെള്ളം കുടിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ 2 ലിറ്റർ തീരുന്നവരെ അയാൾ ഓടും, റൈറ്റ്. ഇവിടെ 1 ലിറ്ററാണ് കുടിച്ചതെങ്കിൽ ആ ഓട്ടത്തിൻ്റെ ലെങ്തും കുറയും. സോ ഈ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ട്രേഡ് ക്യാച്ച് ചെയ്യാനുള്ള സ്ഥലമാണ് ഇത് മാർക്കറ്റിൽ വരുന്നത്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, മാർക്കറ്റിൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അനാലിസിസ് എന്താണ് ചെയ്യുന്നത്? ഈ മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് റിവേഴ്സൽ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ പോകുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ആ മനുഷ്യൻ എത്ര വെള്ളം കുടിച്ചു, ഇല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ആ പുള്ളിക്കാരൻ എന്തോരം എനർജി സ്റ്റോർ ചെയ്തു, പുള്ളിക്കാരൻ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്, പ്രോട്ടീൻ ബാറോ ഇല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സോ, അത് എന്തോരം കുടിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷൻ്റെ അനാലിസിസ് നടത്തണം, റൈറ്റ്. ഈ ഒരു പോയിന്റിൻ്റെ അനാലിസിസ് നടത്തിയാലേ നമുക്ക് വരാൻ പോകുന്ന മൂവിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. സോ അപ്പ് സൈഡിലെ മാർക്കറ്റിൽ B to C എന്ന് പറയുന്ന പോയിന്റിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഏതാണ്? A to B. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഡേറ്റ കിട്ടുന്നത്.
വരാനിരിക്കുന്ന അപ്സൈഡ് മൂവിനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ ഡീറ്റ കിട്ടുന്ന പോർഷൻ ഏതാണ്? എ ടു ബി. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റിൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ മാർക്കറ്റിൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിൽ ഉണ്ടാകാറുള്ള, ഇപ്പോൾ അപ്സൈഡിലേക്ക് പോകുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ബുള്ളിഷ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ബുള്ളിഷ് മാർക്കറ്റിൽ വരാറുള്ള പുൾ ബാക്സിനെയാണ് നമ്മൾ ആ ഒരു പോയിന്റ്, ഏത് പുൾ ബാക്കിൻ്റെ ടോപ്പ് തൊട്ട് ലോവസ്റ്റ് പോയിന്റ് വരെ നമ്മൾ മാർക്ക് ചെയ്ത് ഇതിലൊരു റെക്റ്റാങ്കിൾ ബോക്സ് കൊണ്ട് ഈ ഒരു പോർഷനെ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ മാർക്കറ്റിൽ ഓർഡർ ഫ്ലോ ആയിട്ട് പറയുന്നത്. കാരണം മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ഓർഡർ ഫ്ലോ ആണ്? ബുള്ളിഷ് ഓർഡർ ഫ്ലോ, റൈറ്റ്? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബുള്ളിഷ് ഓർഡർ ഫ്ലോ. കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആകാൻ മാർക്കറ്റിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഓർഡർ വരുന്ന ഏതൊരു ഡയറക്ഷനിലേക്കായിരിക്കണം? ബുള്ളിഷ് ഡയറക്ഷനിലേക്കായിരിക്കണം. സോ ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ബുള്ളിഷ് ഓർഡർ ഫ്ലോ. ഇനി നമ്മൾ സി തൊട്ട് അടുത്ത് നമുക്ക് കിട്ടുന്ന പുൾ ബാക്ക് എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതിനെ നമുക്ക് പറയാം, ഇതും എന്താണ്? മാർക്കറ്റിലെ ഒരു ഓർഡർ ഫ്ലോയാണ്. മനസ്സിലായി? ഇതിനെയാണ് നമ്മൾ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. ലൈക്ക് റീട്രേസ്മെൻറ്റ്, മാർക്കറ്റിൽ വരുന്ന ചെറിയ ചെറിയ റീട്രേസ്മെൻറ്റിനെയാണ് നമ്മൾ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ വരാറുള്ള ലെങ്തി മൂവ്സ് ഒക്കെ എന്താണ്? ഇതിന് നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്നാണ് പറയുന്നത്, റൈറ്റ്? ഇമ്പൾസീവ് മൂവ്. ഇതിന് നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്നാണ് പറയുന്നത്. ഈ താഴത്തേക്ക് വരുന്ന ലെങ്തി ആയിട്ടുള്ള മൂവിന് നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയും. ഇതിന് നമ്മൾ എന്ത് പറയും? റീട്രേസ്മെൻറ്റ് എന്ന് പറയും, ഈ ഒരു പോർഷന്, റൈറ്റ്? ഇത് നമ്മുടെ ഒറിജിനാണ്, ഈ ഒരു പോയിന്റ് O എന്ന് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു എ പോയിൻ്റാണ് ഡൗൺ സൈഡിൽ, ഇത് നമ്മുടെ ബി പോയിൻ്റാണ്, റൈറ്റ്? സോ ഇതൊരു ബിയറിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ, ബിയറിഷ് ട്രെൻഡിലെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റിൽ വരുന്ന അപ്സൈഡിലേക്കുള്ള ചെറിയ ചെറിയ റീട്രേസ്മെൻറ്റിനെയാണ് നമ്മൾ ബിയറിഷ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്, റൈറ്റ്? ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നിങ്ങളൊരു ഹൊറിസോണ്ടൽ റെക്റ്റാങ്കിൾ ബോക്സിൽ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയാണ് മാർക്കറ്റിൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതെന്തായിരിക്കും? ഇത് ഡൗൺ സൈഡ് ബിയറിഷ് ട്രെൻഡ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ബിയറിഷ് ഓർഡർ ഫ്ലോ എന്നാണ് പറയാറ്, റൈറ്റ്? ഇത് സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. മാർക്കറ്റിൽ ഇത് കണക്കത്തൊരു 3 ക്യാൻഡിൽ ഫോം ചെയ്തു, റൈറ്റ്? ഇത് നമ്മുടെ ക്യാൻഡിൽ നമ്പർ 1, റൈറ്റ്? ഇത് നമ്മുടെ ക്യാൻഡിൽ നമ്പർ 2. ഇത് കണക്ക് 3 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള, ഇതിൽ അടുത്തടുത്ത് വരുന്ന നമുക്ക് 3 ക്യാൻഡിൽ എടുക്കണം മാർക്കറ്റിൽ. ക്യാൻഡിലിൻ്റെ കളറ് നമുക്ക് പ്രശ്നമില്ല. ഇതിപ്പോൾ റെഡ് ക്യാൻഡിലാകാം, ഗ്രീൻ ക്യാൻഡിലാകാം, അതങ്ങനെ കളറ് നമുക്കിതിൽ ആവശ്യമില്ല. നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ടോപ്പ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ടോപ്പ് നമ്മൾ മാർക്ക് ചെയ്യുക. ഒരു ഡോട്ട് ലൈൻ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുക, റൈറ്റ്? അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും, ഈ 2 ലെവൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ 2 ക്യാൻഡിലും ടച്ച് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ, ഈ ക്യാൻഡിലിൻ്റെ ലോയും ഈ ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷന്, ഈ ഒരു ഏരിയ പറയുന്ന പേരാണ് FVG, അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഗ്യാപ്സ് മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്നത് സ്മാർട്ട് മണിയുടെ ഇടപെടൽ മൂലമാണ്. കാരണം അവർ ബൾക്കായിട്ട് ഒരു ഏരിയയിൽ ഓർഡർ പഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് ഒരു നല്ല മൊമെൻറ്റത്തോടു കൂടി മാർക്കറ്റ് എന്ത് ചെയ്യും? അപ്സൈഡിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങും. അതായത് മാർക്കറ്റിൽ റീട്രേസ്മെൻറ്റ് വരത്തില്ല. ഇപ്പം മാർക്കറ്റിൻ്റെ ഈ ലോ, ഈ പറയുന്ന ഞാൻ പറയുന്ന ഈ ലോ എന്ന് പറയുന്നത്, ഈ ലോ ഈ ഹൈയുടെ മുകളിൽ വന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? മാർക്കറ്റ് വരുന്ന ഒരു റീട്രേസ്മെൻ്റ് ആണ്, താഴത്തേക്ക് വന്നാണ് പോകുന്നത്. ലൈക്ക് മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡിലേക്ക് പോയി, മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് അപ്സൈഡിലേക്ക് പോയി, താഴത്ത് തിരിച്ച് റീട്രേസ്മെൻറ്റ് വരുന്നു, എന്നിട്ട് പിന്നെയാണ് മുകളിലോട്ട് പോകുന്നത്, റൈറ്റ്? ഈ ക്യാൻഡലിൻ്റെ ലോ ഈ ഒരു പോർഷനിൽ വന്ന് ടച്ച് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? മാർക്കറ്റിൽ വരുന്ന റീട്രേസ്മെൻറ്റ് അത്രയ്ക്ക് വലുതല്ല, റൈറ്റ്? ചെറിയൊരു റീട്രേസ്മെൻറ്റ് എടുത്തിട്ട് മാർക്കറ്റ് പിന്നെയും മേലോട്ട് പോയി. സോ ഇവിടെ ഈ ഏരിയയിൽ ആരുടെ പ്രസൻസ് ആണ് മാർക്കറ്റിൽ കാണുന്നത്? ഇത് ബിഗ് പ്ലെയേഴ്സ് ആണ്. വലിയ ഓർഡേഴ്സ് ബുള്ളിഷ് ട്രെൻഡിൽ വരുമ്പോഴത്തേക്കാണ് മാർക്കറ്റിൽ ചെറിയ ചെറിയ റീട്രേസ്മെൻറ്റ് എടുത്ത് മാർക്കറ്റ് അപ്സൈഡിലേക്ക് നല്ല മൊമെൻറ്റത്തോടു കൂടി മൂവ് ചെയ്യുന്നത്. സോ ഫെയർ വാല്യൂ ഗ്യാപ്സ്, അതായത് ഈ ഫസ്റ്റ് ക്യാൻഡലിലെ ഹൈയും തേർഡ് ക്യാൻഡലിലെ ലോയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാർക്കറ്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ്. ഈ ഗ്യാപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്
ഇത് SMC കൺസെപ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഗ്യാപ്സ് ഇത് കണക്കത്തുള്ള ഗ്യാപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്മാർട്ട് മണിയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ടൈപ്പ് ഗ്യാപ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഓരോ മാർക്കറ്റിലും ക്രിയേറ്റ് ആവുന്നത്. സോ ഇത് സെയിം നമ്മൾ ബിയറിഷ് ക്യാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയറിഷ് ട്രെൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഇതിന് നമ്മൾ എന്താ പറയുന്നത്, അപ്പ് സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് ഇതിന് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയും, റൈറ്റ്. ഇനി നമ്മളൊരു ഡൗൺ സൈഡ് മാർക്കറ്റിലേക്കാണ് നോക്കുന്നതെങ്കിൽ എന്താണ്, സെയിം നമ്മുടെ കൺസെപ്റ്റ് തന്നെയാണ്. 3 ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ 3 ക്യാൻഡിലും എന്ത് പറ്റും, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ, റൈറ്റ്, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും നമ്മുടെ തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ക്യാൻഡിലിൻ്റെയും ലോയും ഹൈയുമായിട്ട്, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയുമായിട്ട് എന്ത് ചെയ്യണം, ഇതിനൊരു ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യണം. ഇങ്ങനെ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു 2 ലൈനും തമ്മിൽ ടച്ച് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിനെ നിങ്ങൾ ഉടനെ FVG എന്ന് മാർക്ക് ചെയ്തേക്കണം. ഇത് നിങ്ങൾക്കൊരു ഡൗൺ ട്രെൻഡിലാണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിലെ ലോയും തേർഡ് ക്യാൻഡിലെ ഹൈയും തമ്മിലാണ് കിട്ടുന്നതെങ്കിൽ ഇതിന് നമ്മൾ പറയുന്നത് എന്താണ്, ബിയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത് അത്രയ്ക്ക് കൺഫ്യൂസിങ് ആയ ടോപ്പിക് അല്ലെന്ന് തോന്നുന്നു. സിമ്പിളാണ്. അപ്പ് സൈഡിലേക്ക് പോകുന്നതിന് നമ്മൾ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നും ഡൗൺ സൈഡിലേക്ക് വരുന്നതിന് നമ്മൾ ബിയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നും പറയും. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. എന്താണ് ഓർഡർ ബ്ലോക്ക്? ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇത് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഓർഡർ ഫ്ലോയ്ക്ക് അകത്ത് വരുന്ന, ഇനി ഓർഡർ ഫ്ലോ നമ്മൾ നോക്കുന്ന സമയത്ത് അപ്പ് സൈഡിലേക്ക് പോകുന്ന ഒരു അപ്പ് സൈഡ് ബുള്ളിഷ് മൊമെൻറ്റം മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യും, ഈ വരുന്ന പുൾ ബാക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡർ. ഈ വരുന്ന പുൾ ബാക്സിനെ വിളിക്കുന്ന പേരാണ് OF, അതായത് ഓർഡർ ഫ്ലോ. ഇനി അങ്ങനെ പഠിക്കണം. ഓക്കെ, നമ്മളിനി ഷോർട്ട് ഫോം ഇട്ട് നമുക്ക് പഠിക്കാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡർ ഫ്ലോ. ഇതെന്താണ്, മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോവുകയാണ്, ഇതാണ് മാർക്കറ്റിൽ വരുന്ന ബുള്ളിഷ് ഓർഡർ ഫ്ലോ, റൈറ്റ്. സോ ഞാൻ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ ഒന്ന് ഇൻ ഡെപ്ത് ആയിട്ട്, ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഇത് കണക്കത്തുള്ള റീട്രേസ്മെൻറ്റ് വരാറുണ്ട്, റൈറ്റ്. സോ നിങ്ങൾ ഈ ഒരു പോയിന്റ് ഇത്തിരി കൂടെ ഒന്ന് ക്യാൻഡിൽ പാറ്റേൺസിൽ അല്ലെങ്കിൽ ക്യാൻഡിൽ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ക്യാൻഡിൽസ് എങ്ങനെ പോകുമ്പോൾ, ഇതൊരു ബിയറിഷ് ക്യാൻഡിൽ, ഞാൻ കളർ മാറ്റാം, ഇതൊരു ബിയറിഷ് ക്യാൻഡിൽ, അതിനോടൊപ്പം തന്നെ അടുത്തൊരു ബിയറിഷ് ക്യാൻഡിൽ, റൈറ്റ്, അടുത്തൊരു ബിയറിഷ് ക്യാൻഡിൽ. ഇതെങ്ങനെ ആയിരിക്കും, ഇത് പയ്യെ ആയിരിക്കും വരുന്നത് താഴത്തേക്ക്. റീട്രേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും, ഒരു അപ്പ് സൈഡ് മൂവിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു താഴത്തേക്കുള്ളൊരു റെഡ് ക്യാൻഡിലിൻ്റെ ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് കിട്ടും. ഇത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയോ, പിന്നെയും ക്യാൻഡിലിൽ ഇത് കഴിയുമ്പോൾ പിന്നെയും ചാർട്ടിൽ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ കിട്ടും, റൈറ്റ്. ഇതാണല്ലോ മാർക്കറ്റ് നടക്കുന്നത്. ഇത് താഴത്തേക്ക് വന്നു, പിന്നെ മാർക്കറ്റ് വീണ്ടും അപ്പ് സൈഡിലേക്ക് ബുള്ളിഷ് ആവും, റൈറ്റ്. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്വിങ് ക്രിയേറ്റ് ആയി കിട്ടുന്നത്, റൈറ്റ്. സോ മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ആയി പിന്നെ റീട്രേസ് ചെയ്യുന്ന എപ്പോഴാണ്, എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി. എനർജി സ്റ്റോർ എന്ന് പറയുന്നത് വീണ്ടും ബയേഴ്സ് ഈ അപ്പ് സൈഡിൽ മൊമെൻറ്റം വരാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വീണ്ടും സ്മാർട്ട് മണി അക്യുമുലേറ്റ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, അവർ ഓർഡർ ഫില്ല് ചെയ്യുന്ന ഏരിയ ആണ് ഈ ഒരു പോർഷൻ, ഈ റീട്രേസ്മെൻറ്റ്. കാരണം ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എത്രയായിരിക്കും, സപ്പോസ് ഈ ഇതൊരു പോയിന്റ് എന്ന് പറയുന്നത് 100 രൂപയായിരിക്കും, സപ്പോസ് കരുതുക. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ 100 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ സ്മാർട്ട് മണിക്ക് എന്ത് ചെയ്യണം, ഇനിയും ബൈ ചെയ്യണം മാർക്കറ്റിൽ. ഇനി രണ്ടാമത്തെ മൂവ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് മാർക്കറ്റിൽ എന്താവണം, എൻട്രി ചെയ്യണം. എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൈസ് ഏതാണ്, 100 ആണ്, റൈറ്റ്, 100 രൂപ. അവിടുന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആകുന്നതിൻ്റെ അർത്ഥം എന്താണ്, മാർക്കറ്റിൽ പ്രൈസ് കുറഞ്ഞു, റൈറ്റ്. ഇതിപ്പം നിൽക്കുന്ന ഏരിയ ഏതാണ്, 90. സപ്പോസ് ഈ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ എന്താണ്, 100 രൂപയിൽ നിന്ന് കുറഞ്ഞ് 90 രൂപയിലേക്ക് എത്തി. 100 രൂപയിൽ നിന്ന് കുറഞ്ഞിപ്പോൾ 90 രൂപയിലേക്ക് എത്തി. അത് കഴിയുമ്പോൾ എന്താണ്, നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആകുമ്പോൾ എന്താണ്, 80 രൂപ,
നമ്മളൊരു ബയ്യറിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, മാർക്കറ്റിൽ വില കുറയും തോറും എന്താണ്, നമുക്ക് സാധനം വില കുറച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വില കുറച്ച് കിട്ടുന്ന സമയത്ത് നമുക്കത് മേടിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടും, റൈറ്റ്? ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബയ്യേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. കാരണം 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇപ്പോൾ വില കുറഞ്ഞ് 90 രൂപയ്ക്ക് കിട്ടി, 80 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന പറയും, ഇവർ പയ്യെ പയ്യെ എന്ത് ചെയ്യും, ഓർഡർ അക്യുമുലേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അവർ പയ്യെ പയ്യെ അവരുടെ ഫുൾ ക്വാണ്ടിറ്റി മാർക്കറ്റിൽ പയ്യെ പയ്യെ എൻട്രി ചെയ്യും. ഒരു പോർഷനിൽ എത്തുമ്പോൾ എന്ത് പറ്റും, അവരുടെ ഫുള്ള് ഓർഡറും മാർക്കറ്റിൽ എക്സിക്യൂട്ട് ആവും. സപ്പോസ് ഇത് ഒരു 70 റുപ്പീസൊക്കെ വരും സമയത്ത് അവർക്ക് ചിലപ്പോൾ 1,00,000 ക്വാണ്ടിറ്റി മാർക്കറ്റിൽ ചിലപ്പം ക്വാണ്ടിറ്റി മേടിക്കണമായിരിക്കും. അപ്പോൾ ഇവർ പയ്യെ 100 രൂപയെന്ന് മേടിക്കും, അത് കഴിഞ്ഞ് 90 രൂപയെന്ന് മേടിക്കും, 80 രൂപയെന്ന് മേടിക്കും, 70 രൂപയ്ക്ക് മേടിക്കും. സപ്പോസ് ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക് അവരുടെ ഫുള്ള് ക്വാണ്ടിറ്റി, മിച്ചമുള്ള ഫുള്ള് ക്വാണ്ടിറ്റി, ടോട്ടൽ 1,00,000 ക്വാണ്ടിറ്റി ഇവിടെ മാർക്കറ്റിൽ എൻ്ററായി. അവർ ക്വാണ്ടിറ്റി 1,00,000 ക്വാണ്ടിറ്റി ഈ ഒരു പോർഷനിൽ മേടിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, പിന്നെ മാർക്കറ്റിൽ ഒരു സഡൻ മൊമെൻറ്റം വരും, റൈറ്റ്? സോ ആ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം വരുന്നതിന് മുമ്പ്, ആ ഒരു അഗ്രസീവ് മൊമെൻറ്റം വരുന്നതിന് മുമ്പ് മാർക്കറ്റിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് റെഡ് ക്യാൻഡിലിന്, അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഒരു സ്വിങ് ഉണ്ടാവുമല്ലോ, ആ ഒരു സ്വിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡർ ബ്ലോക്ക്. ഇതിനെയാണ് നമ്മൾ, ഈ ഒരു ലാസ്റ്റ് റെഡ് ക്യാൻഡിലിനെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണ് നോക്കേണ്ടതെങ്കിൽ, ആ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റെഡ് ക്യാൻഡിലിനെ ഡിനോട്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. മാർക്കറ്റിൽ ഈ മൊമെൻറ്റം വരുന്നതിന് മുമ്പ് ലാസ്റ്റായിട്ട് ബയ്യേഴ്സ് എൻ്ററായ ക്യാൻഡിലിനെ, അതായത് ഒരു സ്വിങ്ങിൽ വരുന്ന ലാസ്റ്റ് റെഡ് ക്യാൻഡിലിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ OB എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക്. സോ ഇതെന്താണ്, ഇതൊരു അപ്സൈഡ് അതായത് ഇതൊരു ബുള്ളിഷ് മൊമെൻറ്റം ആണ് അത് കഴിഞ്ഞ് മാർക്കറ്റ് വന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് നമുക്കൊരു റെഡ് ക്യാൻഡിൽ, ഒരു റീട്രേസ്മെൻറ്റിൽ കിട്ടുന്ന ലാസ്റ്റ് ക്യാൻഡിൽ, ഇതിനെ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യണം. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഓർഡർ ബ്ലോക്കായിട്ട് ഈ ക്യാൻഡിലിനെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ വേണം, റൈറ്റ്? സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ, റൈറ്റ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ നമുക്ക് എന്തായിട്ട് കിട്ടി, ഇതാണ് അതിൻ്റെ ഹൈ. അതോടൊപ്പം തന്നെ തേർഡ് ക്യാൻഡിലിൻ്റെ ലോ എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഒരു പോർഷനിൽ സ്മാർട്ട് മണി എൻ്റർ ആയിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ അവരുടെ പ്രസൻസ് ഇവിടെ കാണുന്നുണ്ട്. സോ അവരുടെ ലാസ്റ്റ് ഓർഡർ എക്സിക്യൂട്ട് ആയ സോൺ ഏതാണ്, ഇത്, ഈ ഒരു പോയിന്റ്. സോ ഇവരിവിടെ നിന്ന് എക്സിക്യൂട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇവരിവിടെ മാർക്കറ്റിൽ ഈ ഒരു പാർട്ടിൽ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഈ ഒരു സോണിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്ലെയർ ഇല്ലെങ്കിൽ ഈ സ്മാർട്ട് മണി ഇവിടുന്ന് ഈ ഒരു പ്രൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. സോ അവരെന്ത് ചെയ്യും, അവരെപ്പോഴും ഈ പ്രൈസിനെ അപ്സൈഡിലേക്ക് പുഷ് ചെയ്യും. സോ ഇത് നമുക്ക് ഇവിടുന്നൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് പഠിക്കുന്നത്, റൈറ്റ്? മാർക്കറ്റിൽ വരുന്ന റീട്രേസ്മെൻറ്റ്, ആ റീട്രേസ്മെൻറ്റിൽ വരുന്ന ലാസ്റ്റ് സ്വിങ് ഇല്ലെങ്കിൽ ക്യാൻഡിൽ ഏതാണോ ലാസ്റ്റ് ഒരു ക്യാൻഡിൽ, ആ റിവേഴ്സലിന് മുമ്പ് വരുന്ന ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, അതായത് മാർക്കറ്റിൽ ഫുൾ ഓർഡറും സ്മാർട്ട് മണിയുടെ ഫുൾ ഓർഡറും എക്സിക്യൂട്ട് ആവുന്ന ലാസ്റ്റ് ക്യാൻഡിൽ, ഇതിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആ ക്യാൻഡിലെ ഹൈയും ക്യാൻഡിലെ ലോയ്ക്കും ഇടയ്ക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും ക്രിയേറ്റഡ് ആവണം. ഇത് സെയിം തന്നെയാണ്. ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്നാണ് പറയുന്നത്, റൈറ്റ്? ഇതിന് നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്നാണ് പറയുന്നത്, കാരണം ഇത് അപ്സൈഡ് ട്രെൻഡാണ്. ഇത് സെയിം തന്നെയാണ് എന്ത്, നമ്മുടെ ഡൗൺ സൈഡിലേക്ക് വരുന്നത്. ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മാർക്കറ്റ് താഴത്തേക്ക് വന്നു, അത് കഴിഞ്ഞ് മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും, ഗ്രീൻ ക്യാൻഡിലായിരിക്കും ഫോം ആവുന്നത്. ബിയറിഷ് ട്രെൻഡിൽ നമുക്കൊരു റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അപ്സൈഡിലേക്കുള്ള മൂവ് ആയിരിക്കും. അപ്സൈഡിലേക്കുള്ള മൂവ് മാർക്കറ്റിൽ എപ്പോഴും വരാറുള്ളത് ഏത് ക്യാൻഡിലിൻ്റെ ഫോമിലായിരിക്കും, ഗ്രീൻ ക്യാൻഡിൽ ഫോമിലായിരിക്കും. ആ റീട്രേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ. സോ ഇത് കഴിഞ്ഞ് എന്താണ്, മാർക്കറ്റ് വീണ്ടും അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ആ ട്രെൻഡ് വരുന്ന ഏതിലായിരിക്കും, ഒരു റെഡ് ക്യാൻഡിലായിരിക്കും, റൈറ്റ്? അതിനുശേഷം വീണ്ടും സപ്പോസ് ഇവിടുന്ന് ഒരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയെന്ന് ഓർത്തു. ഇത്
കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ബാക്ക് ടു ബാക്ക് റെഡ് തന്നെ വരണമെന്നില്ല, നമുക്കിവിടെ ഗ്രീൻ ക്യാൻഡിലും വരാം. നമുക്കൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് ആ ഒരു മൊമെൻറ്റം വരുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ക്യാൻഡിൽ, അതോടൊപ്പം തന്നെ എന്താകണം, നമുക്കവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും വേണം. ഈ രണ്ട് കണ്ടീഷൻ മെറ്റാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാൻഡിലിന് എന്ത് പറയാം, ഈ ലാസ്റ്റ് വരുന്ന ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ലാസ്റ്റ് വരുന്ന ക്യാൻഡിൽ, ഈ ക്യാൻഡിലിൻ്റെ കളറ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് ടോപ്പ് മോസ്റ്റ് ഹൈയിലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബുള്ളിഷ് ആണ് എടുക്കുന്നതെങ്കിൽ ഏത് ക്യാൻഡിലിൻ്റെ ലോ ആണോ, സപ്പോസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ആണ് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ, ഈ ഒരു പോയിന്റ് സപ്പോസ് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ആണ് ലോവസ്റ്റ് പോയിന്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റെഡിനെ വിട്ടിട്ട് നമുക്ക് ആ ലോവസ്റ്റ് പോയിന്റ്, കാരണം നമ്മൾ നോക്കുന്ന ഏതാണ്, ആ ലാസ്റ്റ് സ്വിങ്ങിനെയാണ് നമ്മൾ എപ്പോഴും ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ലോവസ്റ്റ് സ്വിങ്ങിനെ. ഈ ലോവസ്റ്റ് സ്വിങ്ങിനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ക്യാൻഡിലിനാണ് ഇനി കൺസിഡർ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും, ഇനി വരുന്ന സമയത്ത് നമുക്കൊരു നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആകുന്ന സമയത്ത് എന്താണ്, അതിനിടക്ക് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു പോയിന്റിൽ കിട്ടണം. സോ കൺഫ്യൂസ് ആകേണ്ട ഒരാവശ്യവുമില്ല, ഇതിപ്പം ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഞാൻ സിമ്പിളായിട്ട് ഒരു കാര്യമേ പറയുന്നുള്ളൂ, മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി റീട്രേസ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ലോവസ്റ്റ് പോയിന്റ് കിട്ടുമല്ലോ, ലോവസ്റ്റ് സ്വിങ്, ഇതെന്താണ്, ഒരു ലിക്വിഡിറ്റി ഹണ്ട് ടൈപ്പാണ്. ലോവസ്റ്റ് ലോ ഇല്ലെങ്കിൽ ഏത് ക്യാൻഡിലിൻ്റെ ലോ ആണോ ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ക്യാൻഡിലിനെ പിടിക്കുക, റൈറ്റ്. എന്നിട്ട് നോക്കുക ആ ക്യാൻഡിലിൻ്റെ മുകളിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിന് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ബിയറിഷിലേക്ക് വരുമ്പോഴും നമ്മൾ സെയിം ആണ് നോക്കുന്നത്, ഹൈ ടച്ച് ചെയ്തിരിക്കുന്നത് ഇല്ല, ആ ഒരു റീട്രേസ്മെൻറ്റിൽ ഏറ്റവും ടോപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ക്യാൻഡിലാണോ ആ ക്യാൻഡിൽ നോക്കുക, അതോടൊപ്പം തന്നെ അതിനോട് നോക്കുക അതിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ക്യാൻഡിലെ ഹൈയും ഈ ക്യാൻഡിലെ ലോയും കൂടെ മാർക്ക് ചെയ്തിട്ട് അതിനൊരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് ഇല്ല ഹൊറിസോണ്ടൽ സോണായിട്ട് മാർക്ക് ചെയ്യുക. ഇനി ഇതിനെ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ബിയറിഷ് ഓർഡർ ബ്ലോക്ക്, ബിയറിഷ് OB എന്ന് പറയും. മനസ്സിലായല്ലോ, സിമ്പിളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് ചാർട്ടിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ച എന്താണ്, ഓർഡർ ഫ്ലോ. സോ നമുക്ക് ഓർഡർ ഫ്ലോ തൊട്ട് തുടങ്ങാം. ഓർഡർ ഫ്ലോയുടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയി, റൈറ്റ്. ഇത് മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് ഒരു അപ്പ് സൈഡിലേക്ക് പോയി. സോ എന്താണ്, ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ടോപ്പ് വരെ പോയി താഴത്തേക്ക് വന്നു, ഇതാണ് നമ്മുടെ ലോ. അത് കഴിഞ്ഞ് അപ്പ് സൈഡിലേക്ക് പോയി, ഇവിടെ ചെന്ന് ടാപ്പ് ചെയ്തു താഴത്തേക്ക് വന്നു അപ്പ് സൈഡിലേക്ക് പോയി. നമുക്ക് അപ്പ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റീട്രേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഈ ഓർഡർ ഫ്ലോയുടെ അകത്തായിരിക്കും, ഈ ഓർഡർ ഫ്ലോയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലായിരിക്കും നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടാനുള്ള സാധ്യത. ക്ലിയർ ആണല്ലോ. ഇതും എന്താണ്, നമ്മുടെ അപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റീട്രേസ്മെൻ്റ് ആണ്. സോ ഇതിനെ നമുക്ക് എന്ത് പറയാം, ബുള്ളിഷ് ഓർഡർ ഫ്ലോ എന്ന് പറയാം. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് നോക്കേണ്ടതാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ്. നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്സ് റിയൽ മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. സോ ഈ ക്യാൻഡലിൻ്റെ ഹൈ ഇല്ല ഈ ക്യാൻഡലിൻ്റെ ഹൈ, ഇതെന്താണ്, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയും ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയും ഈ ക്യാൻഡിൽ കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്, ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്, ഇതിൻ്റെ ഹൈയും എടുത്തിട്ടില്ല ലോയും എടുത്തിട്ടില്ല, ഈ ലോ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്, റൈറ്റ്. സോ ഈ ക്യാൻഡിൽ ഏതാണ്, ഇത് ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. സോ ഇത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, ഇൻസൈഡ് ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, ഓക്കെ. സോ ഈ ക്യാൻഡിലെ ഹൈ, ഇത് ഫസ്റ്റ് ക്യാൻഡിൽ, ഇത് നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ, ഇത് തേർഡ് ക്യാൻഡിൽ. ഈ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ഹൈയും ലോയും തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. സോ ഇതെന്താണ്, ഇത് നമ്മുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഏത് പോയിന്റ്, ലൈക്ക് ഈ ഒരു ഗ്യാപ്പ്, ഇത് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കുവാണ്, ഇനിയിപ്പോൾ നമ്മുടെ ഏതാണ്, ഇത് നമ്മുടെ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. സോ അതിൻ്റെ ഹൈയും ലോയും ആയിട്ട് നോക്കുമ്പോൾ എന്താണ്, ഇതിൻ്റെ ഹൈ, ഇതിൻ്റെ ലോ.
വീണ്ടും നമുക്ക് എന്താണ്, വീണ്ടും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, റൈറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, ഈ ക്യാൻഡിലെ ഹൈയും പ്രീവിയസ് ക്യാൻഡിൽ ലോയും തമ്മിൽ ടച്ച് ആയിട്ടുണ്ട്, ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതെന്താണ്, നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ല. ഇനി അപ്പ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതും ഈ ഒരു ക്യാൻഡിലും ടച്ച് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഹൈയും ഇതിൻ്റെ ലോയും തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഹൈയും ഇതിൻ്റെ ലോയും തമ്മിൽ ടച്ച് ആയിട്ടില്ല. സോ ഞാൻ വരച്ച് കാണിച്ചു തരാം. ലൈക്ക് ഇതും ഇതെന്താണ്, നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈയും ഇതിൻ്റെ ലോയും ഇതും എന്താണ്, നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇതും എന്താണ്, നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇതിന് ഈ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ഇവിടെയാണ്, ഇതിൻ്റെ ലോ ഇവിടെയാണ്. സോ 1 2 3 ഈ 3 ക്യാൻഡിലും എന്താണ്, ഇൻസൈഡ് ക്യാൻഡിലാണ്. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിലാണ്. സോ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഈ തേർഡ് ക്യാൻഡിൽ, നമ്മുടെ ഈ റെഡ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല. ഇത് കഴിഞ്ഞ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നത് എവിടെയാണ്, ഈ ഒരു പോയിന്റിൽ. ഇതിൻ്റെ ഹൈയും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഇത് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇത് നമ്മൾ ബിയറിഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഏതാണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ഇത് നമുക്ക് ബിയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണിത്. ഇനി അപ്പ് സൈഡിലേക്ക് നോക്കുക, ഇത് ഏതാണത്, ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ മായ്ച്ചോളാം. ഇതുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ ഏതാണ്, നമ്മുടെ ഇൻസൈഡ് ക്യാൻഡിലാണ്, റൈറ്റ്. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഹൈ ഏതാണ്, ഈ ഒരു പോയിന്റ്. സോ ഇത് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലാണ്, ഇത് നമ്മുടെ ഇൻസൈഡ് ക്യാൻഡിലാണ്. സോ സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഇതിൻ്റെ ഹൈ തൊട്ട് ഇതിൻ്റെ ലോ വരെ ഏതാണ്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇനി ഇതിൻ്റെ ഹൈക്കും തേർഡ് ക്യാൻഡിലെ ലോയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ടാപ്പ് ആയിട്ടില്ല. സോ അത് നമ്മുടെ എന്താണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇത് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ക്യാൻഡിൽ അകത്താണെങ്കിലും നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മളിത് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്യും. ഈവൻ ദോ ഈ ഒരു ക്യാൻഡിൽ ഇത് നമുക്ക് ഇൻസൈഡ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്, നമ്മുടെ തേർഡ് ക്യാൻഡിലെ ലോ പിടിക്കണമെന്നാണ് നമ്മുടെ റൂള്. ആ തേർഡ് ക്യാൻഡിൽ നമുക്ക് ഇൻസൈഡ് ക്യാൻഡിലായി കഴിഞ്ഞാൽ, ഈ തേർഡ് ക്യാൻഡിൽ ഇൻസൈഡ് ക്യാൻഡിലായി കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ ഇൻസൈഡ് ക്യാൻഡിൽ വരാൻ പാടില്ല. നമ്മൾ ഫസ്റ്റ് ക്യാൻഡിലിനെ ഇൻസൈഡ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യരുത്, അത്രേ ഉള്ളൂ, റൈറ്റ്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്, ഇത് നമ്മുടെ എന്താണ്, ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. സോ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് പിടിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും, ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും, റൈറ്റ്. ഇതാണ് നമ്മുടെ ബിയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇനി എന്താണ്, ഇത് നമ്മുടെ ഈ ഹൈയും ഈ ഒരു ക്യാൻഡിലെ ഹൈയും ഈ ഒരു ക്യാൻഡിലെ ലോയും തമ്മിൽ ടാപ്പ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്ന എവിടെയാണ്, ഈ ഒരു പോയിന്റ്. മനസ്സിലായോ, റൈറ്റ്. ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ്. ഇനിയും വരച്ച് കാണിക്കണം, 1-2 എക്സാമ്പിളൂടെ നമുക്ക് നോക്കിയേക്കാം. ഇത് ഇൻസൈഡ് ആണ്, ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇതും ഈ ഒരു ക്യാൻഡിലും തമ്മിൽ ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഒരു പോയിന്റും ഇതും തമ്മിൽ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അതിനുശേഷം നമുക്ക് കിട്ടുന്നൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതും തമ്മിലുണ്ടോ, ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെയും ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാൻഡിൽ ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഹൈ എടുത്തിട്ടുണ്ട്. സോ ഇത് കൺസിഡർ ചെയ്യാം നമുക്ക്. ഇത് തൊട്ട് ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. പിന്നെ ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്. സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, റൈറ്റ്. ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ എക്സാമ്പിൾ ഒരുപാടായി. ഇങ്ങനെ നമുക്ക് പയ്യെ ഓർഡർ ബ്ലോക്കിലേക്ക് പോകാം. എന്താണ് ഓർഡർ ബ്ലോക്ക് എന്ന് നമുക്കൊന്ന് മാർക്കറ്റിൽ നോക്കാം. സോ ഓർഡർ ബ്ലോക്കിന് ആദ്യം അത്യാവശ്യം വേണ്ട എന്താണ്, ഓർഡർ ബ്ലോക്കിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട എന്താണ്, നമുക്ക് വേണ്ട എന്താണ് റീട്രേസ്മെൻറ്റ്. റീട്രേസ്മെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യും, റീട്രേസ്മെൻറ്റ് ആദ്യം നമ്മൾ ഓർഡർ ഫ്ലോ ടാപ്പ് ചെയ്യും, ഓർഡർ ഫ്ലോ കൺസിഡർ ചെയ്യും. ഓർഡർ ഫ്ലോ കൺസിഡർ ചെയ്യുമ്പം നമുക്ക് ഓർഡർ ഫ്ലോയിൽ കിട്ടുന്ന എന്താണ്, ലോവസ്റ്റ് സ്വിങ്, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ഒരു ലോവസ്റ്റ് പോയിന്റ് വരുന്നത്, ലോവസ്റ്റ് പോയിന്റ് വരുന്ന ഏത് ക്യാൻഡിലാണോ അതിൻ്റെ മുകളിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ,
നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും കിട്ടുന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിലായിരിക്കും മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ. കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തുക എന്നുള്ളത്. ഇതൊരു നമുക്ക് റീട്രേസ്മെൻ്റ് ആണല്ലോ. ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് താഴത്തേക്ക് മാർക്കറ്റ് വന്നു. താഴത്തേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് ലോവസ്റ്റ് പോയിന്റ് കിട്ടിയിരിക്കുന്ന ഏതാണ്, ഇത്, റൈറ്റ്. അതിൻ്റെ ഹൈയും നമ്മൾ മാർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ്, ഈ ഹൈയുടെ മുകളിൽ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിരിക്കുന്നത് എന്താണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇത് ക്ലിയർ ആണല്ലോ. ആ റീട്രേസ്മെൻറ്റിൽ ലോവസ്റ്റ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലാണ്. ക്യാൻഡിലെ ഹൈ ഈ ക്യാൻഡിലെ ലോ പിടിച്ചിട്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബുള്ളിഷ് OB, അതായത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഇനി നമ്മൾ അടുത്ത നോക്കുക. ഇത് ചെറിയൊരു കൺഫ്യൂസിങ് പോയിന്റ് ആണ്, നമുക്ക് അതുകൂടെ നോക്കിയിട്ട് പോകാം. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സ്ട്രക്ചറിങ് പഠിച്ചായിരുന്നു. സോ അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇത് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. സോ നമുക്ക് എല്ലാം ഈസി ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാലും SMC പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമ്പിൾ കൂടെ നോക്കി പോയാലേ നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ക്യാൻഡിൽ ഇനി എന്ത് ചെയ്തു, താഴത്തേക്ക് വന്നു. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴത്തേക്ക് വന്നു. ഈ ഒരു പോയിന്റിൻ്റെ ഹൈ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു ലോ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ലോ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, മേളിലേക്ക് പോയി. ഇതാണ് ആ ഒരു പോയിന്റിൽ വന്നിരിക്കുന്ന നമുക്ക് വന്നിരിക്കുന്ന സ്ട്രക്ചറിങ്, റൈറ്റ്. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഏതാണ്, ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. ഇതിൻ്റെ ഹൈയും ഇതിൻ്റെ ലോയും കൂടെ പിടിക്കുമെന്നാണ് നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം, നോക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു പോയിന്റ് ആണ്, റൈറ്റ്. സോ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാർക്കറ്റിൽ വരുന്ന ലോവസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ ഒരു കണ്ടീഷൻ. നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കിട്ടണം. ഈ ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ ഇത് ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന റൂള് നമുക്കിവിടെ അത് വാലിഡ് ആവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നില്ല. നമുക്ക് അടുത്ത കിട്ടുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണ്, ഈ ഒരു പോയിന്റിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ലോവസ്റ്റ് പോയിന്റ് ഇതാണ്, പക്ഷെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആവുന്ന ഈ ഒരു പോയിന്റിലാണ്. സോ ഇങ്ങനൊരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് ആയിട്ടായിരിക്കും. ഇതിൻ്റെ ഹൈ തൊട്ട് ഇതിൻ്റെ ലോ, ഈ ഒരു സ്വിങ്ങിൽ വരുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മളൊരു ബിഗ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിനെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് വീണ്ടും ഇതിനെ ചെറുതാക്കും. നമ്മൾ ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്ത് ചെറിയ SL ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനെയും 1 മിനിറ്റിൽ അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമായ 5 മിനിറ്റ്സ് 1 മിനിറ്റ്സിലേക്ക് പോയിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള ചെറിയ ഓർഡർ ബ്ലോക്സ് കണ്ടെത്തും. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. സോ ഇതിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സ്വിങ് താഴത്തേക്ക് വന്നു, അപ്സൈഡിലേക്ക് പോയി, ഇതിൻ്റെ ലോ ഇവിടെ ടാപ്പ് ആയിട്ടുണ്ട്. സോ ഇതെന്താണ്, ഇത് നമ്മുടെ ഹൈ പോയിന്റ് ആണ്, റൈറ്റ്. അതോടൊപ്പം തന്നെ തേർഡ് ക്യാൻഡിലെ ലോ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് കിട്ടുന്ന ഓർഡർ ബ്ലോക്ക് ഏതാണ്, ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. മനസ്സിലായോ? ഇനി ആ മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലേക്ക് പോയി. ഇത് നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു ചെറിയൊരു റിവേഴ്സൽ ട്രേഡ് ആയിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാനുള്ള ഏരിയ ആണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളിപ്പോൾ ബേസിക്സ് പഠിച്ചു വരുന്ന സമയത്ത് അഡ്വാൻസ് ടോപ്പിക്കിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഫിൽറ്റർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ലൈക്ക് ഇതും ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ലൈക്ക് ഇത് നമുക്ക് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിത് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ ഒരു ഫസ്റ്റ് ഹൈ ലോ, ഇതിന് 1 2 3 എന്ന് പറയുന്നത് ഇത് ഏതാണ്, ഇത് ഇൻസൈഡ് ക്യാൻഡിൽസ് ആണ്, റൈറ്റ്. സോ അതിനെ നമ്മളിപ്പോൾ ബേസിക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഏതാണ്, ഈ ഒരു ഹൈ, അവിടുന്ന് ഒരു റിട്രേസ്മെൻറ്റ് താഴത്തേക്ക് വന്നു, ഇതാണ് അതിൻ്റെ ലോവസ്റ്റ് പോയിന്റ്. ഇത് നമുക്കൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്.
സോ നമ്മൾ വീണ്ടും നോക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ? ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ലോവസ്റ്റ് തേർഡ് ക്യാൻഡിൽ ലോവസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. സോ നമുക്ക് ഈ ഒരു റെഡ് ക്യാൻഡിലിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അവിടുന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട്, റൈറ്റ്. ഇനി അവിടുന്ന് ഒരു റീട്രേസ്മെൻറ്റ് വന്നു, താഴത്തേക്ക് വന്നു. ഇനി ഇവിടെ നോക്കുക, എല്ലാ ലാസ്റ്റ് വരുന്ന റെഡ് ക്യാൻഡിലിനെ അല്ലെങ്കിൽ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് വന്ന് ലോവസ്റ്റ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണ്, റൈറ്റ്. ഞാൻ ആ ഒരു വ്യത്യാസം ഇപ്പോൾ പറഞ്ഞുതരാം. ലോവസ്റ്റ് പോയിന്റ് നമുക്ക് ക്രിയേറ്റ് ആയിരിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഹൈ ഇവിടെയാണ്. ഇതാണ് അതിൻ്റെ ഹൈ. പക്ഷേ ഈ ഹൈയിനോട് ചേർത്ത് നമുക്ക് എന്താണ്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നില്ല. കാരണം ഈ ഹൈയിനെ തേർഡ് ക്യാൻഡിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് എവിടെയാണ് ക്രിയേറ്റ് ആയി കിട്ടുന്നത്? ലൈക്ക് എന്താണെന്നറിയോ? ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ കൂടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് മുന്നിലുള്ള ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിലേക്ക് ഷിഫ്റ്റ് ആകും, റൈറ്റ്. നമുക്ക് കിട്ടുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണ്? ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നത്. അതായത് നമുക്കിപ്പോൾ വാലിഡ് ആയിട്ടിരിക്കുന്ന ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. നമുക്കിതിന് ഇങ്ങനെയും വരക്കാം, പക്ഷേ നമ്മുടെ എസ് എൽ എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ താഴെ ആയിരിക്കണം. കാരണം ആ ഒരു ലോവസ്റ്റ് പോയിന്റ് എപ്പോഴും വാലിഡ് ആയിരിക്കും. കാരണം മാർക്കറ്റ് താഴത്ത് പോയ സമയത്ത് ബയ്യേഴ്സ് സ്ട്രോങ് ആയിട്ട് വന്നിരിക്കും, റിവേഴ്സ്, അതായത് സ്മാർട്ട് മണി ഈ ഒരു പോയിന്റ് വരെ ബൈ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. ഇപ്പം നിങ്ങൾ ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഓർഡർ പഞ്ചായിരിക്കുന്ന ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ കാരണം ക്യാൻഡിലും വിക്കും മാത്രമേ കാണുന്നുള്ളൂ, റൈറ്റ്. സോ ഓർഡേഴ്സ് ഇവിടെയും പഞ്ചായിട്ടുണ്ട്, ഈ ഒരു ലെവലിലും പഞ്ചായിട്ടുണ്ട്, ഈ ഒരു ലെവലിലും പഞ്ചായിട്ടുണ്ട്. സപ്പോസ് ഈ ഒരു റീട്രേസ്മെൻറ്റിൽ 1,00,000 ക്വാണ്ടിറ്റി മാർക്കറ്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇവിടം വരെ ഒരു 80,000 70,000 വന്നിട്ട് ഈ ഒരു ഒറ്റ പോയിന്റിലായിരിക്കും 30,000 തൊട്ട് 40,000 ഓർഡർ പഞ്ചായിട്ടുള്ളത്. സോ ഈ ഒരു റീട്രേസ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ ആകാനും സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ഒരു റീട്രേസ്മെൻറ്റ് വരുന്ന സമയത്ത് ഇവിടെയാണ് നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യാൻഡിലിനെ മാത്രമായിട്ട് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യരുത്. നിങ്ങൾ ഓൾവേസ് എന്ത് ചെയ്യണം? ആ ഒരു സ്വിംഗ് ലോ വന്നിരിക്കുന്നതിന് എപ്പോഴും ഒന്ന് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലൊക്കെ എസ് എൽ വലുതായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി എടുക്കാതിരിക്കുക, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഓർഡർ ബ്ലോക്ക് ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ലേറ്റസ്റ്റ് സ്വിങ് കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്താലേ നമുക്കൊരു ആക്യുറസി മാർക്കറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടുന്ന് തിരിച്ചു വരുന്ന സമയത്തേക്ക് ലൈക്ക് ഇത് ഒരു നമുക്ക് എന്താണ്? ഇതാണ് നമ്മുടെ സ്വിങ്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്താണ്? നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്ന ഈ ഒരു പോയിന്റിലാണ്. സോ ഇത് തൊട്ട് ഇതുവരെ നമുക്ക് എന്താണ് ഇനി ഒരു മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്ന ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സപ്പോർട്ടാണ്, റൈറ്റ്. ആ ഒരു സപ്പോർട്ടിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും അപ്പ് സൈഡിലേക്ക് പോയി. നമ്മൾ എൻട്രി മോഡ്യൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇനിയും ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്തിട്ട് എൻട്രിയൊക്കെ എടുക്കാൻ പറ്റും. ഈ ഒരു എല്ലാ പോയിന്റിൽ നിന്നും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അതിൻ്റെതായ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ SMCയിൽ അവൈലബിൾ ആണ്, റൈറ്റ്. ഇനി ബിയറിഷ് സൈഡിലേക്ക് ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? റീട്രേസ്മെൻറ്റിൽ വരുന്ന ഏതാണ്? റീട്രേസ്മെൻറ്റിൽ വരുന്ന ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ടോപ്പ് ക്രിയേറ്റ് ആയിരിക്കുന്ന ക്യാൻഡിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ ബ്ലോക്കായിട്ട്, ബിയറിഷ് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്, മനസ്സിലായോ? സോ ഇതാണ് ആ ക്യാൻഡിൽ. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സ്വിങ്ങിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്. സോ നമ്മൾ ഇവിടം തൊട്ട് ഈ ടോപ്പ് വരെ പിടിച്ചിട്ട് ഹൊറിസോണ്ടൽ വരച്ചിട്ട് ഇതാണ് നമ്മുടെ എന്ത്? ബിയറിഷ് ഓർഡർ ബ്ലോക്ക്, മനസ്സിലായി? ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തൊരു റീട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്യണം. ഇവിടെ നമുക്കൊരു ഈ ഒരു പോയിന്റ് നമുക്ക് വീണ്ടും റീട്രേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഏതാണ്? ഇവിടെ നിന്നൊരു സ്വിങ് ലോ താഴത്തേക്ക് വന്നു, പിന്നെ സ്വിങ് ഹൈ, പിന്നെ ലോ, റൈറ്റ്. സോ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ഓർഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യമാണ്, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ സൈസ് ഒരിക്കലും ഒരു മാറ്റർ അല്ല, റൈറ്റ്. ചിലപ്പോൾ അത് വലുതായിരിക്കാം, ചെറുതായിരിക്കാം. ഫെയർ വാല്യൂ ഗ്യാപ്പ് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് ഈ ഒരു ക്യാൻഡലിലെ ലോയും നെക്സ്റ്റ് ക്യാൻഡലിലെ ഹൈയും തമ്മിൽ ഗ്യാപ്പ് വരണമെന്ന് മാത്രമേ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കണ്ടീഷനുള്ളൂ. അത് എന്തോരം വലുതാകണമെന്നോ ചെറുതാകണമെന്നോ ഉള്ള ഒരു കണ്ടീഷനോ റൂൾസും അതിനിടയ്ക്കില്ല. അല്ലെങ്കിൽ 0.5 പൈസയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനൊരു ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഡിസ്റ്റൻസ് വെച്ച് ഒരിക്കലും ഓർഡർ ബ്ലോക്കിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ട് എന്ത് ചെയ്യണം, ഈ ക്യാൻഡിൽ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്കായിട്ട് ടാപ്പ് ചെയ്യുക. കാരണം ഏതൊരു ക്യാൻഡലിൻ്റെ ഫ്രണ്ടിലാണോ ഇല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്ന ആ ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇത് ഒരു സ്വിങ്ങിൻ്റെ എപ്പോഴും ഒരു ലോവസ്റ്റോ ഹയസ്റ്റോ പോയിന്റ് ആയിരിക്കണം. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു അപ്പ് ആണ് പോയിരിക്കുന്നതെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയും ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയും ഇതെന്താണ്, നമുക്കൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നോക്കൂ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതിൻ്റെ ടോപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, റൈറ്റ് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡലിലെ ഹൈയും ലോയും എന്തായിരിക്കും മാർക്ക് ചെയ്തിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് നമ്മുടെ മാർക്കറ്റിലൊരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും, റൈറ്റ്. OB, ഇത് ഏത് OB ആണ്? ബുള്ളിഷ് OB. മനസ്സിലായോ? സോ ഇന്നത്തെ 3 കൺസെപ്റ്റും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ പഠിച്ച 3 ടോപ്പിക് ഒന്ന് ഓർഡർ ഫ്ലോ, ഓർഡർ ബ്ലോക്ക്, അതോടൊപ്പം തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത് മാക്സിമം നിങ്ങളും എന്താണ് ചാർട്ട്, ഒരു ലൈവ് ചാർട്ട് എടുത്ത് വെച്ച് അനാലിസിസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ ചാർട്ട് എടുത്ത് വെച്ച് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ QR കോഡാണ്. നിങ്ങൾക്കിപ്പം ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ വരാനുള്ള ലിങ്ക് കിട്ടും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസും ക്രിപ്റ്റോ ഫോറക്സ് മാർക്കറ്റിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ട്രേഡ്സും കാര്യങ്ങളൊക്കെ. നമ്മുടെ പ്രോപ്പർ ലെവൽസും അനാലിസിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും. സോ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മളിവിടെ കൊടുക്കുന്ന ലെവൽസ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഇന്നത്തെ മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നൊരു സോണാണ് ലൈക്ക് മാർക്കറ്റിൽ ഷെയർ ചെയ്ത അനാലിസിസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. മാർക്കറ്റിൽ ഞാനൊരു ഏകദേശം ഒരു 12-12:30 ആയപ്പോൾ ഞാൻ പറഞ്ഞു വേർ BTC റൈറ്റ് നൗ ഇറ്റ്സ് എ ക്രൂഷ്യൽ സോൺ, ദിസ് വിൽ ഡിസൈഡ് ദ ട്രെൻഡ്. അതൊരു പർട്ടിക്കുലർ സോണിലായിരുന്നു. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ BTCക്ക് 87,800 വരെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് എന്താണ്, ബട്ട് ദർ ഈസ് സംതിങ് മിസ്സിങ് ആസ് പെർ അവർ സെറ്റപ്പ് ടു ലുക്ക് ഫോർ ദ ബിയറിഷ് ട്രേഡ്. ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു മടി എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ടുഡേസ് BTS ഹൈ ഈസ് വീക്ക്, ദാറ്റ് ഹാസ് ടു ബി ടേക്കൺ ഔട്ട്. BTCയുടെ ഹൈ എടുക്കാൻ കാരണം അത് വീക്കായിരുന്നു, അവിടുന്ന് സ്ട്രോങ് സെല്ലേഴ്സ് വരുന്നില്ല. അതുകൊണ്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. നമുക്കൊരു കോൺഫിഡൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നില്ലെന്നാണ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞുള്ള അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500 പോയിൻറ്റ്സ് റിവേഴ്സൽ കിട്ടി. ഇതിനു മുമ്പ് നമ്മൾ അപ്സൈഡിലേക്ക് ഒരു ടാർഗറ്റ് കൂടെ പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു എന്താണ്, ടേക്കൺ ആൻ അനദർ ട്രേഡ് ഫോർ ഹയർ RR 90,650 വിൽ ബി മൈ ടാർഗറ്റ് 1. അതായത് 90,650 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 91,550 ആയിരുന്നു, റൈറ്റ്. ഇനി ആ മാർക്കറ്റ് ഒന്ന് എൻഡ് ആകുന്ന സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് നമ്മൾ വേറൊരു അപ്ഡേഷൻ കൂടെ കൊടുത്തിരുന്നു. മാർക്കറ്റ് ഇനി ഡൗൺ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോകത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ, ആ ഒരു സമയത്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് പോകാൻ വേണ്ടി മാർക്കറ്റിൽ അത്രയും സ്ട്രോങ് സെല്ലേഴ്സ് കാണുന്നില്ലായിരുന്നു. സോ ഡൗൺ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 87,800 ആണ് നമ്മുടെ ഒരു ലെവൽ. ഈ രണ്ട് ലെവൽസ് ഓർത്ത് വെക്കുമെന്ന് 91,000 ഏതാണ് 91,550യും നമ്മൾ ഡൗൺ സൈഡിലേക്ക് പറഞ്ഞ ലെവൽസ് 87,800 ആണ്, റൈറ്റ്. ഇനി നമ്മൾ BTC USDT ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഹൈ ഒന്ന് നോക്കുക നിങ്ങൾ. ഞാൻ പറഞ്ഞ ഏതാണ്, നമ്മൾ പറഞ്ഞ ലെവൽ എന്ന് പറഞ്ഞാൽ 91,550, റൈറ്റ്. ഇതാണ് ആ ഒരു പോയിന്റ്, 91,550 എന്ന് പറയുന്ന പോയിന്റ് ടോപ്പ്. നമ്മൾ അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫൈനൽ ടാർഗറ്റ് എവിടെയായിരുന്നു, 91,550.
ഡൗൺ സൈഡിലേക്ക് നമ്മൾ പറഞ്ഞ ഏതാണ് 87,800 ലെവൽസ് കാണുന്നുണ്ടോ? അപ്സൈഡ് ടോപ്പ് ടാപ്പ് ഡൗൺ സൈഡ്, ഇവിടുന്ന് വീണ്ടും റിവേഴ്സൽ. ഇപ്പോൾ ബിറ്റ് കോയിനിലൊക്കെ ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു ദിവസം നമ്മൾ ഏകദേശം 3,800 പോയിന്റർ റിവേഴ്സലും ട്രേഡ് പ്ലാനും ലെവൽസുമാണ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളാണ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്.